ദശാവതാരങ്ങൾ. 1. മത്സ്യാവതാരം. ബ്രഹ്മാവിന്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപന് അതിഥി എന്ന ധർമ്മിഷ്ഠയായ പത്നിയിൽ ഒരു ആൺകുട്ടി ജനിച്ചു. വിവസ്വാൻ എന്നവന് പേരിട്ടു. ധീരനായ വിവസ്വാനുണ്ടായ മകനാണ് മനു. മനു 2 പേരുകളിലാണ് അറിയപ്പെടുന്നത്: വൈവസ്വത്വ മനു എന്നും സത്യവ്രതനുമെന്നും. അദ്ദേഹത്തിന്റെ കാലത്ത് പ്രകൃതി ശ്യാമകോമളമായിരുന്നു. ഈശ്വരനാമങ്ങൾ പ്രപഞ്ചമെങ്ങും മുഴങ്ങി. മനു തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു. മഹാനായ ഭരണാധികാരി എന്ന പേരുമുണ്ട്. എങ്കിലും പിൽക്കാലത്ത് ജീവവിരക്തനായി മലയപർവ്വതത്തിന്റെ ഉത്തുംഗ ശൃംഖലങ്ങളിൽ ബ്രഹ്മാവിനെ തപസ് ചെയ്യുവാൻ പുറപ്പെട്ടു. അനേക വർഷങ്ങൾ നീണ്ടുനിന്ന തപസ്സിൽ സംപ്രീതനായി തീർന്ന ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി ഇപ്രകാരം അരുളി ചെയ്തു: മകനെ സത്യവ്രത, നിന്റെ തപസ്സിൽ ഞാനിതാ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളു. ത്രൈലോകാവി പിതാമഹന്റെ വാക്കുകൾ കേട്ട് സത്യവ്രതനും മനസ്സ് നിറഞ്ഞ ഭക്തിയോടെ ഇങ്ങനെ പറഞ്ഞു: ത്രൈലോക പിതാവായ ഭഗവാനെ, എനിക്കൊരു വരമേ വേണ്ടൂ. കൽപ്പാന്തത്തിന്റെ അവസാനത്തിൽ പ്രളയം സംഭവിക്കുമ്പോൾ സർവചരാചരങ്ങളെയും സംരക്ഷിക്കുവാൻ എന്നെ ശക്തനാക്കി തീർക്കണം. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. ഇത് കണ്ട് ദേവന്മാർ ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്തി. ഒരു ദിവസം ബ്രഹ്മാവ് പാരായണനായിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വീടിന് വെളിയിൽ ഒരു ശബ്ദം കേട്ടു. ബ്രഹ്മദേവൻ അതിശയിച്ചു. സത്യലോകത്ത് അവശബ്ദം പുറപ്പെട്ടത് എങ്ങനെ? അദ്ദേഹം അത്ഭുതപ്പെട്ട് നിൽക്കെ ഭീകരനായ ഒരു രൂപം അകത്തേക്ക് കടന്നു വന്നു. അവൻ ആക്രോശിച്ചു, രക്തം നീട്ടിത്തുപ്പി. ഹയഗ്രീവൻ എന്ന ഭീകരരൂപിയായിരുന്നു ആ ദൈത്യൻ. ഹയഗ്രീവൻ എന്നാൽ കുതിരയുടെ കഴുത്തുള്ളവൻ എന്നാണ് അർത്ഥം. നാൻമുഖൻ അമ്പരന്നു നിന്നപ്പോൾ ഹയഗ്രീവൻ ബ്രഹ്മാവിന്റെ കയ്യിലിരുന്ന വേദങ്ങൾ തട്ടിയെടുത്ത് പാതാളത്തിലേക്ക് പോയി. വേദത്തിന്റെ അഭാവത്താൽ പ്രപഞ്ചം അന്ധകാരത്തിൽ ആഴുവാൻ തുടങ്ങി. ഭൂമിയുടെ തേജസ് നശിച്ചു. യജ്ഞങ്ങൾ ശരിക്കും നടക്കുന്നില്ല. ആകപ്പാടെ പ്രപഞ്ചത്തിന്റെ താളം തെറ്റി. ഋതുക്കൾക്ക് പോലും ക്രമം തെറ്റിത്തുടങ്ങി. വേദങ്ങൾ വീണ്ടെടുക്കാതെ ലോകത്തിന് രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ സന്ദർശിച്ചു. വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനെ യഥോചിതം സ്വീകരിച്ചിരുത്തി. കുശലാന്വേഷണത്തിന് ശേഷം ബ്രഹ്മദേവൻ വിഷയത്തിലേക്ക് കടന്നു. വൈകുണ്ഠ ഭഗവാനെ, ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ എന്റെ പക്കൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. വേദങ്ങളോടൊപ്പം യജ്ഞശക്തിയും അവൻ ചോർത്തിയെടുത്തു. ഭൂമിയിലെ തേജസ്സെല്ലാം ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. ഹയഗ്രീവനെ നശിപ്പിച്ച് വേദങ്ങൾ വീണ്ടെടുത്തേ മതിയാവും. പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾ സാധാരണ നിലയിലായേ പറ്റൂ. ബ്രഹ്മദേവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് മഹാവിഷ്ണു പറഞ്ഞു: ബ്രഹ്മദേവ, ഹയഗ്രീവൻ അത്ര ധിക്കാരം. അവനെ നശിപ്പിച്ച് വേദങ്ങൾ ഞാൻ വീണ്ടെടുത്തു തരാം. അതോടെ ഭൂമിയുടെ അവസ്ഥ സാധാരണഗതിയിലാവും. അങ്ങ് സമാധാനത്തോടെ പോയാലും. ബ്രഹ്മാവ് സത്യലോകത്തേക്ക് തിരിച്ചുപോയി. മഹാവിഷ്ണു ചിന്താധീനനായി. പാതാളത്തിൽ ഒളിവിൽ കഴിയുന്ന അവന് ശക്തിയും തേജസ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ എങ്ങനെ വധിക്കുവാൻ കഴിയും? എങ്ങനെയും അവന്റെ ശല്യം ഇല്ലാതാക്കിയേ പറ്റൂ. ഈ സമയത്ത് ഭക്തഗ്രേസരനായ സത്യവ്രത മനു കൃതമാല നദിയുടെ ആ ഒരു കരയിൽ ബദരി എന്ന പുണ്യസ്ഥലത്ത് തപസ് ചെയ്യുകയായിരുന്നു. പ്രപഞ്ചവാസികളെല്ലാം സുഖമായി കഴിയുന്നതിനും അവരുടെ നന്മയ്ക്കും വേണ്ടിയുമാണ് അദ്ദേഹം തപസ്സനുഷ്ഠിച്ചിരുന്നത്. ഒരു ദിവസം മനു 7:30 വെളുപ്പിനെ കൃതമാല നദിയിൽ സ്നാനത്തിനായി പോയി. പെട്ടെന്ന് കുളിർമയുള്ള കാറ്റ് വീശി. പക്ഷികൾ ആനന്ദ നിർവൃതിയോടെ ഗാനാലാപനം നടത്തുകയായിരുന്നു. ചെടികളെല്ലാം പുഷ്പിച്ചിരിക്കുന്നു. അനിർവചനീയമായ ഒരാനന്ദം കൊണ്ട് സത്യവ്രത മനുവിന്റെ മനസ്സ് നിറഞ്ഞു. അദ്ദേഹം പുതിയ ഉണർവിൽ ലയിച്ചു നിന്നു. കിഴക്ക് ചുവപ്പ് രാശി പടർന്നു. കൈകൾ കൂപ്പി മനു പ്രഭാതവന്ദനം നടത്തി. ജലതർപ്പണത്തിനായി അദ്ദേഹം കൃതമാല വധിയിൽ അവിടെ നിന്ന് ജലം കോരി. പുളുങ്കു ജലത്തോടൊപ്പം ഒരു കൊച്ചു മത്സ്യം മനുവിന്റെ ഉള്ളം കൈയിൽ. അത്ഭുതത്തോടെ മത്സ്യത്തെ നോക്കിയിട്ട് മനു വാത്സല്യപൂർവ്വം അതിനെ വെള്ളത്തിൽ വിട്ടു വീണ്ടും ജലതർപ്പണത്തിനായി വെള്ളമെടുത്തപ്പോൾ അത്ഭുതം, ആ കൊച്ചുമീൻ അപ്പോഴും ഉള്ളം കൈയിൽ തന്നെ. സ്നേഹത്തോടും വാത്സല്യത്തോടെയും മഹർഷി അതിനെ നദിയിൽ വിടുവാൻ തുടങ്ങിയപ്പോൾ കൊച്ചു മത്സ്യം പറഞ്ഞു: അല്ലയോ മഹാശയ, ജനക്ഷേമ തൽപരനെ, എന്റെ അപേക്ഷ സ്വീകരിക്കാം. എന്നെ തിരികെ നദിയിൽ വിടരുത്. എനിക്ക് വലിയ മത്സ്യങ്ങളെ വലിയ ഭയമാണ്. ഈ നദിയിൽ എന്നെ വിട്ടാൽ കൂറ്റൻ മത്സ്യങ്ങൾ വന്നു തന്നെ ഇല്ലാതെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. കനിവ് തോന്നിയ സത്യവ്രത മനു മീൻകുഞ്ഞിനെ കമണ്ഡലുവിൽ വെള്ളം നിറച്ച് അതിലിട്ടു. മത്സ്യം പുളച്ചു കൂത്താടി. പിറ്റേന്ന് രാവിലെ മനു മത്സ്യത്തെ നോക്കി. അത്ഭുതം, മത്സ്യം ആ കമണ്ഡലു നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം അതിനെ ഒരു വലിയ പാത്രത്തിലെ ജലത്തിലേക്ക് മാറ്റി. പിറ്റേന്ന് തന്നെ മത്സ്യം ആ പാത്രം നിറഞ്ഞു.
അത്ഭുത പരതന്ത്രനായ അദ്ദേഹം അതിനെ ഒരു കുളത്തിൽ വിട്ടു. അടുത്ത ദിവസം നോക്കിയപ്പോൾ മത്സ്യം കുളം നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം അതിനെ ഗംഗാനദിയിൽ കൊണ്ടിട്ടു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് നദിയിലും കൊള്ളാതായപ്പോൾ അതിനെ കടലിൽ കൊണ്ടിട്ട് സത്യവ്രത മനു തിരികെ പോരുവാൻ തുടങ്ങി. പെട്ടെന്ന് മത്സ്യം പറയുവാൻ തുടങ്ങി, മഹാത്മാവായ അങ്ങ് ഇത്രയും നാൾ എന്നെ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ അങ്ങ് എന്നെ ഈ മഹാസാഗരത്തിൽ ഉപേക്ഷിക്കുകയാണോ? ഇത് ധർമ്മമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഭീകര ജന്തുക്കൾ നിറഞ്ഞ ഈ സാഗരത്തിൽ എനിക്ക് ആരാണ് ആശ്രയം? മത്സ്യത്തിന്റെ ഈ വാക്ക് കേട്ട് മനു ഇത് കർത്താവ് മൂടനായി നിന്നുപോയി. ഈ മത്സ്യത്തിന് യാതൊരു ആപത്തും സംഭവിക്കരുതേ എന്ന് മൗനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മത്സ്യത്തിന്റെ സ്ഥാനത്ത് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ കണ്ടു. ഈ അത്ഭുത കാഴ്ച കണ്ട സത്യവ്രത മനു കൈകൂപ്പി ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു. മനു പറഞ്ഞു, വിശ്വത്തിന്റെ കാരണാഭൂതനും കാരണത്തിന്റെ കാരണവും കാര്യകാരണരഹിതനുമായ ഭഗവാനെ, ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനാണെങ്കിലും ഒരു ചെറിയ മത്സ്യത്തിന്റെ രൂപത്തിൽ അവിടുന്ന് അടിയന്റെ കൈക്കുമ്പിളിൽ വന്ന് അനുഭവിച്ചത് എന്തൊരു വിരോധാഭാസ. താപത്രയങ്ങളിൽ നിന്ന് മുക്തി നൽകുന്ന ഭഗവത് വത്സലനായ അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണമേ. സത്യവ്രതന്റെ പ്രാർത്ഥന കേട്ട് കരുണാമയനായ ഭഗവാൻ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞു, നന്മയുടെയും സത്യത്തിന്റെയും ഇരിപ്പിടമായ സത്യവ്രത, നാം ഇപ്പോൾ മത്സ്യാവതാരത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. സൃഷ്ടി നടത്തിയ ക്ഷീണത്താൽ നിദ്രയിലാണ്ട ബ്രഹ്മാവിന്റെ പക്കൽ നിന്നും ഹയഗ്രീവൻ എന്ന ദുഷ്ടൻ വേദങ്ങളും മോഷ്ടിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. വേദത്തിന്റെ അഭാവത്താൽ ലോകം അന്ധകാരത്തിൽ ആണ്ടുപോകും. വേദങ്ങളെ വീണ്ടെടുക്കേണ്ടത് വേദകർത്താവായ എന്റെ കടമയാണ്. സാധാരണമായ എന്റെ നിരാകാര രൂപത്തിൽ എനിക്ക് ഹയഗ്രീവനെ വധിക്കുവാൻ സാധ്യമല്ലാത്തതിനാലാണ് ഞാൻ ഈ രൂപം സ്വീകരിച്ചത്. താങ്കൾ ചെയ്ത ഉപകാരങ്ങൾ പ്രത്യേക നന്ദി അർഹിക്കുന്നവയാണ്. അങ്ങയോട് ഒരു പ്രത്യേക കാര്യം പറയുവാനുണ്ട്. 7 ദിവസത്തിനുള്ളിൽ ലോകത്തിൽ പ്രളയം സംഭവിക്കും. അതിൽപ്പെട്ട് സമസ്ത ജീവജാലങ്ങളും നശിക്കും. ഭഗവാന്റെ വാക്കുകൾ കേട്ട് സത്യവ്രത മനു അത്ഭുത ചിത്തനായി. ജഗത്നാഥനായ നാരായണൻ നിസ്സാരനായ ഒരു മനുഷ്യനോട് സഹായം അഭ്യർത്ഥിക്കുകയും സത്യവ്രതൻ പറഞ്ഞു, വിശ്വനാഥനായ നാരായണമൂർത്തി, അവിടത്തേക്ക് വേണ്ടി അടിയൻ എന്താണ് ചെയ്യേണ്ടത്? പ്രഭു കൽപ്പിക്കുകയേ വേണ്ടൂ. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, പ്രളയം സംഭവിക്കുമ്പോൾ സാധുജനങ്ങളെയും ഋഷിമാരെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രളയ സമയത്ത് അങ്ങയുടെ മുമ്പിൽ ഒരു നൗക പ്രത്യക്ഷപ്പെടും. അതിൽ കയറി സജ്ജനങ്ങളെയും സപ്ത ഋഷികൾ തുടങ്ങിയ ഋഷിമാരെയും അതിൽ കയറ്റുക. ഞാൻ യഥാസമയം എത്തി തോണി തുഴഞ്ഞു തരാം. ഇപ്പോൾ പോകട്ടെ. മത്സ്യരൂപം ധരിച്ച മഹാവിഷ്ണു ഗംഗയിലൂടെ സമുദ്രത്തിലെത്തി, ദേഹമിളക്കി സമുദ്രം കുലക്കി പാതാളത്തിലെത്തി. ഹയഗ്രീവനെ പോരിന് വെല്ലുവിളിച്ചു. തുടർന്ന് അതിഭയങ്കരമായൊരു യുദ്ധം തന്നെ നടന്നു. മായാവിയായ ഹയഗ്രീവൻ പല രൂപഭാവങ്ങൾ സ്വീകരിച്ച് ഭഗവാനെ നേരിട്ടു. പക്ഷേ ത്രിലോകനാഥനായ നാരായണൻ യുദ്ധത്തിന്റെ അന്ത്യത്തിൽ തന്റെ കൂർത്ത കൊമ്പുകൾ അസുരന്റെ മാറിൽ കുത്തിയിറക്കി. അതോടെ അവന്റെ അന്ത്യവും സംഭവിച്ചു. ഹയഗ്രീവന്റെ മരണത്തോടെ സ്വതന്ത്രമായ വേദങ്ങൾ വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിന് തിരികെ നൽകി. അതോടെ ഭൂമി സംതൃപ്തിയായി. 7 ദിവസം പിന്നിട്ടു. പ്രളയഗങ്ങൾ ആകാശത്ത് ഉരുണ്ടുകൂടി. പകലും രാത്രിയും ഒരുപോലെയായി. ജീവികളെല്ലാം ഭയാപരാവശ്യത്തോടെ നിലവിളിച്ചു. ആർക്കും ആരെയും രക്ഷിക്കാനാവാത്ത അവസ്ഥ. ബ്രഹ്മാണ്ടം മുട്ടുന്ന ഇടിനാദം മുഴങ്ങി. മിന്നലുകൾ ലോകമെങ്ങും പുളച്ചിറങ്ങി. വനമേഖലകൾ കത്തിയമർന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ മഴ തുടങ്ങി. തുള്ളിക്കൊരു കുടം പോലെ, പേമാരി എന്ന് പറയും പോലെ ഭൂമിയിലെല്ലാം ജലനിരത്തിനിടയായി. താണപ്രദേശങ്ങൾ കാണുവാനേയില്ല. ജലപ്പരപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു. അത് ആകാശത്തോളം പൊങ്ങി. ഈ സമയത്ത് ഒരു നൗക ഒഴുകി വരുന്നത് കണ്ടു. സത്യവ്രതനും ഋഷിമാരും സജ്ജനങ്ങളും അതിൽ കയറിയിരുന്നു. നൗക ഇളകിയാടുന്നത് കണ്ട് മത്സ്യാകാരം പൂണ്ട വിഷ്ണു ഭഗവാൻ തന്നെ കൊമ്പുകൾ കൊണ്ട് അതിനെ പിടിച്ചു നിർത്തി. ഭഗവാന്റെ അനുഗ്രഹത്താൽ സത്യവ്രതൻ ബ്രഹ്മാണ്ടമാകെ തന്റെ അകക്കണ്ണിൽ കണ്ടുകൊണ്ടേയിരുന്നു. തോണി വേഗത്തിൽ ചലിച്ചു. കുറെ ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ജലത്തിന് മീതെ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വത ശിഖരം കണ്ണിൽപ്പെട്ടി. ഹിമാലയത്തിലെ ഒരു ശൃംഗമായിരുന്നു അത്. തോണി ആ ശൃംഗത്തിനിടയിൽ എത്തിച്ചേർന്നു. മത്സ്യം തോണി വലിച്ച് ശൃംഗത്തിന്റെ തീരത്തോടടുപ്പിച്ചു. മനുവും ഋഷിമാരും ജീവബന്ധുക്കളുമൊക്കെ ആ ശൃംഗത്തിൽ സുരക്ഷിതരായെത്തി. ലോകത്തിലെ മറ്റ് സകലതും നശിച്ചു. എവിടെയും ജലം. എല്ലാവരും മത്സ്യത്തെ വന്ദിച്ചു. മത്സ്യം ജലത്തിലേക്ക് ഊളിയിട്ടിറങ്ങി. സത്യവ്രത മനു മറ്റുള്ളവരോട് പറഞ്ഞു, ആ മത്സ്യം ആരാണെന്നറിയാമോ? നമ്മുടെ രക്ഷകനായ മത്സ്യം സാക്ഷാൽ വൈകുണ്ഠേശ്വരനായ മഹാവിഷ്ണു. അല്ലാതെ ആർക്കാണ് നമ്മെ രക്ഷിക്കുവാനാവുക? എല്ലാവരും മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. പ്രളയം അവസാനിച്ചു. അവതാരോദ്ദേശം പൂർത്തിയാക്കിയ മത്സ്യമൂർത്തി തന്റെ മൂലരൂപത്തിൽ വിലയം പ്രാപിച്ചു. അവതാരം 2. കൂർമാവതാരം. ഒരിക്കൽ ബ്രഹ്മാവും ശിവനും തമ്മിൽ ഒരു കലഹമുണ്ടായി. കലഹം മൂത്തുമൂത്തൊരു യുദ്ധമായി പരിണമിച്ചു.
ശിവൻ കോപാകുലനായി നിൽക്കുന്നത് കണ്ട് ദേവകൾ ഭയന്നോടും. പാർവതി ദേവിയെ ഭയവിഹലയായി. അവൾ ഓടിച്ചെന്ന് ശിവനോട് ദുർവാസം ഭവതി മേ, അതായത് എനിക്ക് അങ്ങയോടുകൂടി സുഖമായി വസിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. തന്റെ പ്രിയ പത്നിക്ക് ദുർവാസം വരുത്തി വെച്ചെന്ന് പെട്ടെന്നുണ്ടായ കോപമാണെന്ന് ശിവൻ മനസ്സിലാക്കി. അതിനാൽ പാർവതിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ കോപം സമാഹരിച്ച് മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കണമെന്ന് ശിവൻ തീരുമാനിച്ചു. പാതിവൃത്യത്തിന്റെ മകുട ഉദാഹരണമായിരുന്ന ശീലാവതിയുടെ ജീവിതകാലമായിരുന്നു അത്. അവളുടെ ഭർത്താവായ ഉഗ്രസ്രവസ് കുഷ്ഠരോഗിയായി തീർന്നിട്ടും വേശ്യാലയത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചില്ല. നടക്കുവാൻ വയ്യാതിരുന്ന ഭർത്താവിനെ ശീലാവതി തോളിൽ വഹിച്ചുകൊണ്ട് വേശ്യാഗ്രഹത്തിലേക്ക് പോകുമ്പഴി സൂര്യോദയത്തിന് മുമ്പ് ഉഗ്രസ്രവസ് തലപൊട്ടി മരിക്കുകയെന്ന് അണിമാണ്ഡ്യവൻ എന്ന മുനി ശപിച്ചു. സൂര്യൻ അടുത്ത ദിവസം ഉദിക്കാതിരിക്കട്ടെ എന്ന് ശീലാവതി പ്രതിശാപവും കൊടുത്തു. അതനുസരിച്ച് സൂര്യൻ ഉദിക്കാതിരുന്നപ്പോൾ കാര്യങ്ങൾ ഒന്നിനൊന്ന് കുഴപ്പത്തിലാകുകയും ത്രിമൂർത്തികളും ദേവകളും കൂടി അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയയെ കൊണ്ട് ശീലാവതിയുടെ ശാപം പിൻവലിപ്പിക്കുകയും ചെയ്തു. സന്തുഷ്ടരായ ത്രിമൂർത്തികൾ അനസൂയയ്ക്ക് എന്തു വരം വേണമെന്ന് ചോദിച്ചു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ തന്റെ ഗർഭത്തിൽ കൂടി അംശാവതാരം എടുക്കുകയാണ് വേണ്ടതെന്ന് അവൾ അപേക്ഷിച്ചു. അതനുസരിച്ച് ബ്രഹ്മാവ് ചന്ദ്രനായും മഹാവിഷ്ണു ദത്താത്രേയനായും അനസൂയയുടെ പുത്രന്മാരായി ജനിച്ചു. പാർവതിക്ക് ദുർവാസാഹേതുവായ കോപത്തെ ശിവൻ അനസൂയയിൽ നിക്ഷേപിച്ചു. അനസൂയ പ്രസവിച്ച ശിവന്റെ കോപാംശമായ കുട്ടിക്ക് ദുർവാസാവ് എന്ന് പേരിട്ടു. അത്രി മഹർഷിയുടെ പുത്രനും ശിവവംശജാതനുമായ ദുർവാസാവ് ഭൂലോകത്തിലൂടെ സഞ്ചരിക്കവേ ഒരു വിദ്യാധാര സുന്ദരിയുടെ കയ്യിൽ മനോഹരമായ ഒരു മാല കണ്ടു. കൽപ്പക വൃക്ഷത്തിന്റെ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ആ മാലയുടെ സുഗന്ധം എല്ലായിടത്തും വ്യാപിച്ചു. ആ മാലയിൽ കമ്പം തോന്നിയ മഹർഷി അത് തനിക്ക് തരാമോ എന്ന് സുന്ദരിയോട് ചോദിച്ചു. വിദ്യാധാര സുന്ദരി ഇങ്ങനെ ചിന്തിച്ചു: തന്റെ പ്രിയപ്പെട്ട മാലയാണ് മഹർഷി ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം നിസാരനല്ല, ഉഗ്രകോപിയാണ്. മാല കൊടുക്കാതിരുന്നാൽ പൊല്ലാപ്പാവും, ശബ്ദിച്ച് കളയുമെന്ന് ഉറപ്പാണ്. എന്നാലും മുനിയെ പിണക്കേണ്ട, മാല കൊടുക്കുക തന്നെ. വിദ്യാധരി മാല അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. മാലയും കൊണ്ട് യാത്ര തുടങ്ങുന്ന സമയത്ത് ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തു കയറി ദേവന്മാരോടുകൂടി വരുന്നത് കണ്ടു. മഹർഷി ഉടൻ തന്നെ സന്തോഷത്തോടെ മാല ദേവേന്ദ്രന് സമ്മാനിച്ചു. ദേവേന്ദ്രൻ അത് സ്വീകരിച്ച് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു. കൽപ്പകപ്പൂവിന്റെ മണം പിടിച്ചെത്തിയ തേനീച്ചകൾ ഐരാവതത്തെ ശല്യം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഇത് അസഹനീയമായി തോന്നിയ ഐരാവതം മാല തെറിപ്പിച്ച് തറയിലിട്ട് ചവിട്ടിയരച്ചു. ഇത് കണ്ട് കോപാന്തനായി തീർന്ന ദുർവാസാവ് ഇന്ദ്രനെ ഇങ്ങനെ ശപിച്ചു: ഐശ്വര്യത്തിൽ അന്ധനായ ദേവേന്ദ്ര, സ്വർലോകത്തിലെ അതീവ സുന്ദരിയായ ഈ മാല്യത്തെ നിനക്ക് ഞാൻ സമ്മാനിച്ചപ്പോൾ എന്നോട് ഈ ഒരു നന്ദി വാക്ക് പറയുവാൻ പോലും നീ കൂട്ടാക്കിയില്ല. ഇപ്പോഴിതാ ആനയെ കൊണ്ട് അത് ചവിട്ടി അരപ്പിച്ചു. ദുരഹങ്കാരിയായ ഇന്ദ്ര, നിന്റെ ത്രൈലോക സാമ്രാജ്യ ശ്രീയും ഐശ്വര്യവും നശിച്ചു പോകട്ടെ. ദേവന്മാർ ജലനരകൾ ബാധിച്ച് നശിച്ചു പോവുകയും ചെയ്യും. മുനിയുടെ ശാപവാക്കുകൾ കേട്ട് ഭയഭ്രാന്തനായ ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തുനിന്ന് ചാടിയിറങ്ങി ശാപമോക്ഷത്തിനായി യാചിച്ചു. പക്ഷേ മുനി കൂടുതൽ കോപത്തിനായി തീരുകയാണുണ്ടായത്. മഹർഷി പറഞ്ഞു: ഇന്ദ്ര, ശാപവും ശാപമോക്ഷവും ഒരുമിച്ച് കൊടുക്കുന്നവനല്ല ഞാൻ. അതിനു പറ്റിയവർ വേറെ ഉണ്ടാവും. അവർ ആവശ്യത്തിലധികം സ്തുതിച്ചതിന്റെ ഫലമാണ് ഈ ദുരഹങ്കാരം. എന്നെ അപമാനിച്ചതിന്റെ ഫലം നിശ്ചയമായി നീ അനുഭവിക്കും. അങ്ങനെ ശപിച്ചുകൊണ്ട് ദുർവാസാവ് അവിടെ നിന്നുപോയി. ശാപഫലം കണ്ടു തുടങ്ങി. ത്രൈലോക നാശം ആരംഭിച്ചു. ദേവന്മാരും ബലവും ശൗര്യവുമൊക്കെ കുറഞ്ഞു വന്നു. തക്കം നോക്കിയിരുന്ന അസുരന്മാർ ദേവലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പരാജിതനായ ദേവന്മാർ അപമാന ഭാരത്തോടെ ബ്രഹ്മദേവനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. നിർവൃത്തി മാർഗം കാണുവാനാവാതെ ബ്രഹ്മദേവനും ദേവാദിദേവങ്ങളോടി സർവേശ്വരനായ വിഷ്ണു ഭഗവാനെ തേടി വൈകുണ്ഠത്തിലെത്തി. അവർ പറഞ്ഞു: ദേവാദിദേവനും പരമാത്മ സ്വരൂപനുമായ വിഷ്ണു ഭഗവാനെ, അവിടുത്തേക്ക് വന്ദനം. കാലാതീതനും കാരണവിഹീനുമായി തീർന്ന മുക്തിദായകനുമായ ദേവ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭക്തന്മാരുടെ യോഗക്ഷേമാദികളെ പരിപാലിക്കുന്നതും മംഗളദായകനുമായ പരംപൊരുളെ, അവിടുന്ന് അടിയങ്ങളെ തുണയ്ക്കണമേ. യജ്ഞപുരുഷനും യജ്ഞകർത്താവും യജ്ഞാന്തകനും സ്വയം ജാതനുമായ ജഗൽ പ്രഭോ, അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ദേവാദികളുടെ ഇപ്രകാരമുള്ള പ്രാർത്ഥന കേട്ട് ആപൽ ബന്ധവനായ നാരായണൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: ദേവന്മാരെ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കും. നിങ്ങളുടെ നഷ്ടപ്പെട്ട തേജസ്സിനെ വീണ്ടെടുക്കുവാൻ അമൃതപാനം മാത്രമേ മാർഗമുള്ളൂ. അതിനാൽ ആദ്യം നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്യുക. അനന്തരം ധാരാളം ഔഷധങ്ങൾ പാലാഴിയിലിട്ട് മന്ദരപർവ്വതത്തെ കടകോലും വാസുകി എന്ന സർപ്പത്തെ കയറുമാക്കി അമൃത് കടഞ്ഞെടുക്കുക. അസുരന്മാർ അത് ഭക്ഷിക്കാതിരിക്കുന്നതിനുള്ള മാർഗം ഞാൻ അന്വേഷിച്ചുകൊള്ളാം. മഹാവിഷ്ണുവിന്റെ ഉപദേശം അനുസരിച്ച് ദേവന്മാരും അസുരന്മാരും ഒരു ധാരണയിലെത്തി.
ഇരുകൂട്ടരും ചേർന്ന് പാലാഴി കടഞ്ഞ് അമൃതെടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ പാലാഴി മദനം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വിഷ്ണു ഭഗവാൻ താൻ ശയിക്കുന്ന അനന്തത്തെ കൊണ്ട് മന്ത്രപർവ്വതത്തിലെ പാലാഴിയുടെ മധ്യത്തിൽ കൊണ്ടുവരിപ്പിച്ചു. പരമശിവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വാസുകിയും വന്നെത്തി. അപ്പോൾ അസുരന്മാർ ഒരു നിർദ്ദേശം മുന്നോട്ടയച്ചു. പിന്നെ ഈ സർപ്പത്തിന്റെ വാലിൽ പിടിച്ച് കറക്കാതൊന്നും ഞങ്ങളെ കിട്ടില്ല. വാസുകിയുടെ ശിരസ്സുള്ള ഭാഗം മാത്രമേ ഞങ്ങൾക്ക് പിടിക്കുകയുള്ളൂ. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. വിഷ്ണു ഭഗവാന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുടെയും ഈ ആവശ്യം സമ്മതിച്ചു കൊടുത്തു. മന്ദരപർവ്വതത്തെ കടയുന്നത് കൊണ്ട് ക്ഷീണിതനായ വാസുകിയുടെ മുഖത്തു നിന്നും അടിക്കടിക്ക് വിഷവായു കൊണ്ട് അസുരന്മാരുടെ വീര്യവും ശക്തിയും കുറഞ്ഞു വന്നു. പാലാഴി മദനം നീണ്ടുപോയതോടെ ക്ഷീണിച്ചവശനായ വാസുകി വിഷം ഛർദ്ദിച്ചു. ഭീമാകാരമായ കാളകൂട വിഷത്തെ ശ്രീ പരമേശ്വരൻ തൃക്കൈകളിൽ ഏറ്റുവാങ്ങി ഭക്ഷിച്ചു. തന്റെ ജീവനാഥന് ജീവഹാനി സംഭവിക്കുമോ എന്ന് ഭയന്ന് പാർവതീദേവി അദ്ദേഹത്തിന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. ആ കൊടിയ വിഷം പരമശിവന്റെ കണ്ടത്തിലുറച്ചു. വിഷത്തിന്റെ രൂക്ഷത മൂലം അദ്ദേഹത്തിന്റെ കഴുത്തിൽ നീലനിറം വ്യാപിച്ചു. ഇതിനാൽ പശുപതിക്ക് നീലകണ്ഠൻ എന്ന പേരും ശ്രദ്ധിച്ചു. തുടർച്ചയായ മഥനം കൊണ്ട് ദേവന്മാരുടെയും അസുരന്മാരുടെയും ശക്തി ക്ഷയിച്ചു. വാസുകിയും അമ്പേ തളർന്നു. തന്മൂലം മന്ദരപർവ്വതത്തിലുള്ള അവരുടെ പിടിവിട്ടുപോയി. പർവ്വതമൊന്നുലക്കി. മന്ദരചലത്തിന്റെ അടിയിൽ ആധാരമില്ലായക നിമിത്തം അത് വെള്ളത്തിൽ ആണ്ടുപോയി. ദേവാസുരന്മാർ തീർത്ഥാവി മൂടനായി വായും പൊളിച്ചു നിന്നു. ഇനി എന്താണ് ചെയ്യുക? എല്ലാവരും ഒന്നിച്ച് ശബ്ദിച്ചു. എല്ലാവരുടെയും നോട്ടം ആപൽ ബാന്ധവനായ ആദിനാരായണനിലേക്ക് നീണ്ടു. അവിടത്തേക്ക് മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാക്കുവാനാവൂ. പെട്ടെന്ന് വിഷ്ണു ഭഗവാൻ കൂർമ്മത്തിന്റെ, അതായത് ആമയുടെ രൂപം പൂണ്ട് അവതരിച്ച് മന്ദരപർവ്വതത്തിനെ തന്റെ പുറത്തു താങ്ങി മേൽപോട്ട് ഉയർന്നു. അതിന്റെ ശക്തി കൊണ്ട് പർവ്വതം ക്രമം വിട്ട് മേൽപോട്ട് പൊങ്ങി. അപ്പോൾ മഹാവിഷ്ണു ഒരു ഗരുഡന്റെ പുറത്ത് നിന്ന് പർവ്വത ശൃംഗത്തിലിരുന്നു. അതോടുകൂടി പർവ്വതം അല്പം കീഴ്പോട്ട് താഴുകയും സമനിലയിൽ നിന്ന് നിൽക്കുകയും ചെയ്തു. ഇത് വിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമാണെന്നറിഞ്ഞ ദേവാദികളും മഹർഷിമാരും പൂർമ്മാവതാരത്തെ സ്തുതിച്ചു. പിന്നെയും പാലാഴി വദനം ചെയ്തപ്പോൾ സുരഭി എന്ന കാമധേനു ഉയർന്നു വന്നു. അതിനെ വിഷ്ണു ഭഗവാൻ മഹർഷിമാർക്ക് സമ്മാനിച്ചു. പിന്നെ ഉയർന്നു വന്നത് ഉച്ചൈസ്രവസ് എന്ന അശ്വമായിരുന്നു. ഇതിനെ ദേവന്മാർ സ്വീകരിച്ചു. പിന്നീട് സുന്ദരനായ ചന്ദ്രനും കാന്തി വഴിഞ്ഞൊഴുകുന്ന കൗസ്തവ ഭരതനും ലോകത്തെ മുഴുവൻ സുഗന്ധമായി മാക്കുന്ന പാരിജാതവും സൗന്ദര്യ ശ്രീത്വ ആദി ഗുണങ്ങളോടുകൂടിയ അപ്സരസുകളും എല്ലാം തികഞ്ഞ കൽപ്പകവൃക്ഷവും ധാര എന്ന സുന്ദരീ രത്നവും വാരുണി എന്ന മാതാലസ്യം യഥാക്രമം ഉയർന്നു വന്നു. ഇതിൽ ചന്ദ്രനെ ശിവനും കൗസ്തവ ബന്ധത്തെ വിഷ്ണു ഭഗവാനും പാരിജാതത്തെയും കൽപ്പവൃക്ഷത്തെയും ദേവസ്ത്രീകളും അപ്സരസുകളെ ദേവന്മാരും താരയെ ബാലിയും വാരുണി എന്ന മോഹിനിയെ അസുരന്മാരും സ്വന്തമാണ്. പിന്നീട് സമുദ്ര ഉപദ്രവഭാഗത്ത് ഉയർന്നു കിടന്നിരുന്ന വിഷത്തെ നാഗങ്ങൾ സ്വീകരിച്ചു. അനന്തരം ശുഭ്രവസ്ത്രധാരിയായ അമൃത കുംഭവുമേന്തി ധ്വന്തരി മൂർത്തി പ്രത്യക്ഷനായി. പിന്നീട് ഉയർന്നു വന്നത് ജ്യേഷ്ഠ ഭഗവതിയായി. വൃത്തികെട്ട് അവളെ സ്വീകരിക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല. അതീവ ദുഃഖിതയായി തീർന്ന അവൾ ആദിനാരായണനോട് ചോദിച്ചു, ഞാൻ എവിടെ ഇരിക്കണം ഭഗവാനി? ഭഗവാൻ പറഞ്ഞ വെളിച്ചത്തിന് ഇരുട്ടെന്ന പോലെ, ധർമ്മത്തിന് അധർമ്മം എന്ന പോലെ നീ ഐശ്വര്യത്തിന് വിപരീതയാണ്. അതുകൊണ്ട് നിന്റെ സ്ഥാനം വേശ്യാലയങ്ങളിലും പ്രഭാതത്തിൽ ശുദ്ധീകരിക്കാത്ത വീടുകളിലും തസ്കര സംഘങ്ങളിലും രജസ്വലങ്ങളുടെ ശയ്യകളിലും മാതൃദോഷികളിലും പാതിവ്രതി ഇല്ലാത്ത സ്ത്രീകളിലും തന്റെ ധർമ്മിഷ്ഠമായ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ തേടുന്നതിന് മുഖമായിരിക്കും. ജ്യേഷ്ഠ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ വാക്കുകൾ സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ കയ്യിൽ താമ്രപ്പൂവുമേന്തി സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി ഇരിപ്പിടമായ ലക്ഷ്മീദേവി ഉയർന്നു വന്നു. ഇത് കണ്ട ഋഷികൾ ഈ സ്ത്രീരത്നത്തെ ശ്രീതൂക്തം കൊണ്ട് സ്തുതിച്ചു. ഗന്ധർവന്മാർ ഗാനാലപനത്താലും അപ്സരസുന്ദികൾ മോഹന നൃത്തമാടിയും ദേവിയെ ആസ്വദിയും സ്വീകരിച്ചു. ഗംഗ തുടങ്ങിയ പുണ്യനദികൾ ദേവിയുടെ നീരാട്ടിനായി സ്വയമേവ അവിടെ വന്നിച്ചേർന്നു. ബ്രഹ്മദേവൻ ഒരിക്കലും വാടാത്ത താമര പൂക്കൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഹാരം ദേവിക്ക് സമർപ്പിച്ചു. ബന്ധസ്ഥിനത്തോടുകൂടി നിൽക്കുന്ന വിഷ്ണു ഭഗവാന്റെ കഴുത്തിൽ ലക്ഷ്മി ദേവി വരണമാല്യം ചാർത്തി. ഇത് കണ്ട ദേവാദി ദേവകളും മഹർഷിമാരും ദേവസൂക്തങ്ങൾ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു. അർഹമായ ഒന്നും തങ്ങൾക്ക് കിട്ടിയില്ലെന്ന് മനസ്സിലാക്കിയ അസുരന്മാർ ദേഷ്യത്തോടുകൂടി ധ്വനന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് അമൃതകുംഭം തട്ടിയെടുത്തു. പാതാളത്തിലേക്ക് ഓടി. അസുരന്മാർ അമൃത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി ഓർത്ത് മഹാവിഷ്ണു മോഹിനിയുടെ വേഷത്തിൽ അസുരന്മാരുടെ സമീപത്ത്. ആ സമയത്ത് അമൃത് ആര് വിളമ്പണം എന്നതിനെ കുറിച്ച് തർക്കം നടക്കുകയായിരുന്നു. മോഹിനിയുടെ മാദക സൗന്ദര്യം കണ്ട് ഭ്രമിച്ച അവശരായ അസുരന്മാർ ഏകസ്വരത്തിൽ ചോദിച്ചു, നീ ആരെ? കാൽവിരൽ കൊണ്ട് തറയിൽ കളം വിരിച്ചുകൊണ്ട് ലജ്ജാവനം മുഖ്രിയായി മോഹിനി പറഞ്ഞു, പ്രഭുക്കന്മാരെ, നിങ്ങളുടെ എല്ലാം കുലത്തിൽപ്പെട്ട ഒരു സാധു സ്ത്രീയാണ് ഞാൻ. എന്റെ കുടുംബത്തെ ദേവന്മാർ ആക്രമിച്ചതിനാൽ സംരക്ഷണത്തിനായി ഒരു ഭർത്താവിനെ തേടിയാക്കിയാണ് ഞാൻ.
ഇത് കേട്ടയുടനെ അവർ ഓരോരുത്തരും തങ്ങളുടെ ഗുണഗണങ്ങൾ വാഴ്ത്തി. വൃദ്ധനെന്നോ യുവാവെന്നോ വ്യത്യസ്തമില്ലാതെ ഓരോരുത്തരും തങ്ങൾ നടത്തിയ വീരസാഹസ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദീർഘഭാഷണം നടത്തി. ഇതെല്ലാം കേട്ടിട്ട് മോഹിനി കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, ദാനവ പ്രഭുക്കന്മാരെ, നിങ്ങൾ അമൃത് കഴിക്കുവാൻ തുടങ്ങുകയാണല്ലോ. ഞാൻ നിങ്ങൾക്ക് അമൃത് വിളമ്പിത്തരാം. ഒരു നിബന്ധനയുണ്ട്. വിളമ്പി കഴിയുന്നതുവരെ നിങ്ങൾക്ക് കണ്ണു തുറക്കരുത്. നിങ്ങളിൽ അവസാനം കണ്ണു തുറക്കുന്ന ക്ഷമാശീലനായ വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കാം. മോഹിനിയുടെ ഈ നിബന്ധന അസുരന്മാർക്ക് സ്വീകാര്യമായി. എല്ലാവരും കണ്ണടിച്ചിരപ്പായി. ഏറെ നേരെ കഴിഞ്ഞിട്ടും അമൃത് വീഴാത്തത് മനസ്സിലാക്കിയ ഒരു അസുരൻ ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ മോഹിനിയുടെ പൊടി പോലും അവിടെ കണ്ടില്ല. ദേവന്മാർ ഈ സമയത്ത് മഹാവിഷ്ണു കൊണ്ടുവന്ന അമൃത് കഴിക്കുവാൻ തയ്യാറാകുകയായിരുന്നു. മായാവിയായ രാഹു എന്ന അസുരൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് ദേവന്മാരുടെ അടുത്തെത്തി അമൃതനായി യാചിച്ചു. ദയ തോന്നിയ ദേവന്മാർ അല്പം അമൃതെടുത്ത് രാഹുവിന് നൽകി. കള്ളത്തരം മനസ്സിലാക്കിയ സൂര്യചന്ദ്രന്മാർ ഇക്കാര്യം ദേവസമക്ഷം ഓടിവന്ന് പറഞ്ഞു. ഇതറിഞ്ഞ രാഹു ഒരു നാഗത്തിന്റെ രൂപത്തിൽ ചട്ടുകത്തിൽ പറ്റിപ്പിടിച്ചു. അസുരൻ രൂപം മാറുന്നത് കണ്ട ചന്ദ്രൻ ചട്ടുകമെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഉടനെ നാഗരൂപം പൂണ്ട രാഹു 2 കഷ്ണമായി തീർന്നു. എന്നാൽ നേരത്തെ അമൃത് കഴിച്ചതുകൊണ്ട് അവൻ മരിച്ചില്ല. അവിടുന്ന് ഉടലിന് കേതു എന്ന് പറഞ്ഞു. തന്നെ ഒറ്റിക്കൊടുത്തത് മൂലമുണ്ടാകുന്ന ശത്രുത നിമിത്തം അവൻ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുവാൻ നടക്കാറുമുണ്ട്. രാഹുവിനെ ശരീരമില്ലാത്ത കാരണം സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങിയാലും പുറത്തു ചാടുന്നു. അങ്ങനെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിച്ചാലും നമുക്കവരെ വീണ്ടും കാണുവാനാകും. അടുത്തത് വരാഹ അവതാരത്തിന്റെ കഥയാണ്. 3-ാം അവതാരം വരാഹ അവതാരം. വൈകുണ്ഠത്തിന്റെ ദ്വാരക പാലനായിരുന്ന 2 ദേവകുമാരന്മാരായിരുന്നു ജയനും വിജയനും. ഇരുവരും ഇങ്ങനെ മഹാവിഷ്ണുവിനെ സേവിച്ച് ദ്വാരപാലനം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരിക്കൽ സനകാദ മുനികൾ മഹാവിഷ്ണുവിനെ മുഖം കാണിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠത്തിലെത്തിക്കുന്നു. പ്രവേശന ദ്വാരത്തിങ്കിൽ വന്നപ്പോൾ അവരെ ജയവിജയന്മാർ തടഞ്ഞു. കുപിതനായ സനകൻ അവർ 2 പേരും 3 ജന്മം ലോകത്തിൽ അസുരന്മാരായി കഴിഞ്ഞു കൂട്ടട്ടെ എന്ന് ശപിച്ചു. ദുഃഖിതരായ ജയവിജയന്മാർ ശാപമോക്ഷത്തിനായി കേണപേക്ഷിച്ചു. ഏതായാലും 3 ജന്മം അസുരന്മാരായി കഴിഞ്ഞു കൂടേണ്ടതാണെന്നും ഒടുവിൽ മഹാവിഷ്ണുവിന്റെ ആയുധമേറ്റ് മുക്തി പ്രാപിക്കുന്നവരായി വൈകുണ്ഠത്തിൽ തിരിച്ചു വരാമെന്നും മുനി അവർക്ക് അനുഗ്രഹം കൊടുത്തു. ധർമ്മത്തിന് വിരുദ്ധമായ കാമം ലോകത്തെ നശിപ്പിക്കുന്നതിൽ കലാശിക്കുന്നു. മഹാഋഷിയും നാരീജി പുത്രനായ കശ്യപ പ്രജാപതിയെയും അദ്ദേഹത്തിന്റെ ഭാര്യ ദിതിയെയും കാമദേവൻ ബാധിച്ചതിന്റെ ഫലമായി അവർക്ക് അസുരന്മാരായ ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും മാതാപിതാക്കളായിട്ട് വന്നു. ഒരു സന്ധ്യാസമയത്ത് കശ്യപൻ തന്റെ നിത്യകർമ്മങ്ങളായ സന്ധ്യാദി വന്ദനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഒരുങ്ങുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ദിതി അമിതമായ കാമാവേശത്തോടെ ഭർത്തൃസന്നിധിയിലെത്തി. ധർമ്മിഷ്ഠനായ ദിതി ഈശ്വര വചനം അനുഷ്ഠിക്കേണ്ട പുണ്യവേളയിൽ വികാരവിവശയായി തീരുന്നത് കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. മഹർഷി പറഞ്ഞു, പുണ്യമുഹൂർത്തം നിറഞ്ഞ ഈ സന്ധ്യയിൽ ലൗകികമായ ഇച്ഛകൾ കൊണ്ട് നടക്കുന്നത് തന്നെ പാപമാണ്. നീ ഇങ്ങനെ കാമപൂർണത്തിനായി നിർബന്ധിക്കുന്നത് മഹാപാപമാണ്. അതുകൊണ്ട് സന്ധ്യാവന്ദനം കഴിയുന്നതുവരെ ദേവി ക്ഷമിച്ച് കാത്തിരിക്കും. പക്ഷേ കാമശരങ്ങളേറ്റ് വിവശയായ ദിതി ഭർത്താവിനെ ചുംബിക്കുകയും അദ്ദേഹത്തിന്റെ വികാരങ്ങളെ ഉദീതിൽപ്പിക്കുകയും ചെയ്യും. അവളുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കുവാൻ അദ്ദേഹം നിർബന്ധിതയായി. അതിന്റെ ഫലമായി ദിതി ഗർഭിണിയായി. അസാധാരണമായ അവളുടെ ഉദരവലിപ്പവും അതിൽ നിന്ന് സ്ഫുരിക്കുന്ന തേജസ്സും കണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ദേവന്മാർ ബ്രഹ്മാവിനോട് ചോദിച്ചു. അതിന് മറുപടിയായി അദ്ദേഹം ജയവിജയന്മാരുടെ കഥ പറഞ്ഞു. അവർ അസുരന്മാരായി ദിതിയുടെ പുത്രന്മാരായി പിറക്കുമെന്നും പറഞ്ഞു. സന്ധ്യാസമയത്ത് ഭോഗം ചെയ്തുകൊണ്ട് അസുരകരമായ കാമത്തിന് കശ്യപപത്നി അടിമപ്പെട്ടതിനാൽ അവരുടെ സന്താനങ്ങൾ ക്രൂരന്മാരും പാപികളുമായി തീരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലത്തിന്റെ തികവിൽ ദിതി 2 പുത്രന്മാരെ പ്രസവിച്ചു. കശ്യപൻ അവർക്ക് ഹിരണ്യകശിപുവെന്നും ഹിരണ്യാക്ഷനെന്നും നാമകരണം ചെയ്തു. ജന്മനാ വിഷ്ണു വിദ്വേഷത്തോടുകൂടി അവർ സജ്ജനങ്ങളെയും മഹർഷിമാരെയും ചീത്ത വിളിക്കുകയും അതികഠിനമായി ഉപദ്രവിക്കുകയും തുടങ്ങി. അവരിരുവരും ബ്രഹ്മദേവനെ തപസ് ചെയ്തു നിരവധി വരദാനങ്ങൾ വാങ്ങിച്ചു. അതോടെ ത്രിലോകങ്ങളിലും അവരെ വെല്ലുവാൻ ആരുമില്ലാതെയായി. അസുരന്മാർ ഹിരണ്യകശിപിന്റെ നേതൃത്വം അംഗീകരിച്ചു. ശുക്ര മഹർഷിയുടെ ശിഷ്യത്വവും ഉപദേശവും സർവകാര്യങ്ങളിലും അവർക്ക് ലഭിച്ചു. ചക്രവർത്തിയായ ഹിരണ്യകശിപു തന്റെ നാമമല്ലാതെ വിഷ്ണുവിന്റെയോ മറ്റ് ദേവന്മാരുടെയോ നാമം ആര് ഭജിക്കുവാൻ പാടില്ലെന്ന് കൽപ്പിച്ചു. ദൈത്യ സഹോദരന്മാർ ദേവലോകത്തെ യുദ്ധം തുടങ്ങി. അത്യധികം ഗംഭീരമായ യുദ്ധം. പോരിൽ വിജയന്മാർക്ക് ആർക്കുമെന്ന് പ്രവചിക്കുവാനാകാത്ത ഘട്ടം വന്നു. ഈ സമയത്ത് എല്ലാ ഭൂതശക്തിയും ആവാഹിച്ച് ദേവപതി കുശലനായ വജ്രം പ്രയോഗിച്ച് ഹിരണ്യാക്ഷന്റെ നേരെ പാഞ്ഞ വജ്രായുധം അവനെ പൊതിഞ്ഞ സമയം ഗദയുമായ അസുരൻ സമുദ്രത്തിൽ ചാടി. ഹിരണ്യൻ തിരമാല കുലക്കി സമുദ്രത്തെ ഇളക്കി മറിച്ചു. നുരയെ ചവിട്ടി മെതിച്ച് തിരമാലകളെ അമ്മാനമാടി കടലിൽ പൊങ്ങുന്നത് പോലെ അവൻ വിനോദിച്ചു. ഹിരണ്യാക്ഷന്റെ മർദ്ദം വരുന്നതിന് സഹിക്കുവാനായില്ല. വരുണൻ ഹിരണ്യനോട് തോൽവി സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തോറ്റിരിക്കുന്നു.
ഇപ്പോൾ മുതൽ ഞാൻ നിനക്ക് അധീനനാണ്. പക്ഷെ എന്നെ നീ പരാജയപ്പെടുത്തിയിട്ട് കാര്യമില്ല. ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ശൗര്യം വിഷ്ണുവിനോടാവട്ടെ. വിഷ്ണുവോ? ആരാണ് ഈ വിഷ്ണു? വരുണൻ മറുപടി പറഞ്ഞു. നിന്നെ നശിപ്പിക്കണമെന്ന് കരുതിയിരിക്കുന്ന ദേവാദി ശ്രേഷ്ഠനാണ് മഹാവിഷ്ണു. അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നീ അതീവ സമർത്ഥനാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്നെ പോലെയുള്ള പാവങ്ങളെ തോൽപ്പിക്കുന്നത് വീരപ്രവൃത്തിയല്ല. ഇത് കേട്ടപ്പോൾ ഹിരണ്യൻ സിംഹത്തെ പോലെ അലറി. ആരാടാ ഈ വിഷ്ണു? ശക്തിമാനാണത്രേ. അവന്റെ കഥ കഴിക്കാതെ എനിക്കിനി വിശ്രമമില്ല. ഹിരണ്യനോടാണോ കളി? അവനെവിടെ? വരുണൻ പറഞ്ഞു. ഈ സമുദ്രത്തിൽ തന്നെയാണ് അദ്ദേഹം വസിക്കുന്നത്. അന്വേഷിച്ചാൽ കണ്ടുപിടിക്കുവാനാകും. ഈ സമുദ്രത്തിൽ തന്നെയോ? ഹിരണ്യാക്ഷൻ അലറി. തിരമാലകളെ അറിഞ്ഞ് തിമിർത്തുകൊണ്ട് സമുദ്ര അന്തർഭാഗത്തേക്ക് ഊളിയിട്ടു. ആ പോയ പോക്കിൽ ഭൂമിയെ ബലമായി ആക്രമിച്ച് ഉത്സംഗത്തിലൂടെ എടുത്തുകൊണ്ടാണ് പോയത്. ഭൂമി പോയതോടെ എവിടെയും ജലപ്പരപ്പ് മാത്രം. ഹിരണ്യൻ ഭൂമിയെ കൈകളിലെടുത്ത് സമുദ്രത്തിൽ താഴ്ത്തി. ഭയന്നു വിറച്ചു നിൽക്കുന്ന വരുണന്റെ നേരെ തന്റെ ഭീമരമായ ഗതിയും ചുഴറ്റി പാഞ്ഞു. വരുണൻ പേടിച്ചോടി ബ്രഹ്മാവിന്റെ സൗധത്തിലെത്തി. എല്ലാ കാര്യങ്ങളും ഗ്രഹിപ്പിച്ചു. ബ്രഹ്മാവ് അസുര നിഗ്രഹത്തിനായി മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. ആപൽ ബന്ധുവായ വിഷ്ണു ബ്രഹ്മാവിന്റെ നാസികയിലൂടെ ഒരു ചെറിയ പന്നിയുടെ രൂപത്തിൽ പുറത്തു ചാടി. ഈ സമയം ആകാശത്തെ ദേവകളും ഋഷികളും ഇത് മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയാണെന്ന് മനസ്സിലാക്കി. അതിനെ സ്തുതിക്കുകയും ചെയ്തു. എല്ലാ ആളുകളും ആ ചെറിയ വരാഹക്കുട്ടിയെ സാഹൂതം നോക്കി നിന്നപ്പോൾ അത് വളരുവാൻ തുടങ്ങി. ഏതാനും നിമിഷത്തിൽ പന്നിക്കുട്ടി വീണ്ടും ഒരു കൂറ്റൻ പന്നിയായി. കുറെ കഴിഞ്ഞപ്പോൾ അതൊരു പർവ്വതത്തോളം വലുതായി. ബ്രഹ്മാവും സാനകാദികളും വരാഹത്തെ വന്ദിച്ചു. വരാഹം എല്ലാവരെയും നോക്കിയിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി. സമുദ്രം ഭഗവാനെ ഉൾക്കൊള്ളുവാൻ നന്നേ വിഷമിച്ചു. അദ്ദേഹം സമുദ്രത്തിലൂടെ വേഗത്തിൽ പാതാളത്തിലേക്ക് ഇറങ്ങി. അതോ ലോകത്തിന്റെയും ഭഗവാൻ ഭൂമിയെ അന്വേഷിച്ചു നടന്നു. അവിടെ ആഴ്ന്നുകൊണ്ടിരുന്ന ഭൂമിദേവി വാരാമൂർത്തിയുടെ ആഗമനം കണ്ട് ഭക്തി പുരസരം വന്നിച്ച് സ്തുതിച്ചു. ശംഖ്, ചക്രം, ഗദ, പത്മം തുടങ്ങിയ ദിവ്യായുധങ്ങളെ ധരിച്ച് അനന്ത പത്മനാഭനായ അങ്ങയ്ക്ക് വന്ദനം. അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നവനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നവനുമായ അവിടുന്ന് അടിയനെ ഇവിടുന്ന് രക്ഷിക്കണം. ഞാനും അങ്ങയുടെ സൃഷ്ടിയാണല്ലോ. ബ്രഹ്മാവെന്നും വിഷ്ണുവെന്നും ശിവനെന്നും പറഞ്ഞ് ആദരിക്കുന്ന അവിടുന്ന് ഏകനും അവ്യനും പരബ്രഹ്മ സ്വരൂപിയുമാകും. യഥാർത്ഥ ഭക്തിയിൽ കൂടി മാത്രം പ്രാപിക്കുവാൻ സാധിക്കുന്നതാണല്ലോ അവിടുത്തെ പരമമായ തത്വം. അവിടുത്തെ ധ്യാനിക്കാത്ത അവർക്ക് മുക്തി ലഭിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ശക്തിയെ കണ്ടറിഞ്ഞ ബ്രഹ്മാവും പരമശിവനും മുനീന്ദ്രന്മാരും അവിടുത്തെ സ്തുതിക്കുന്നു. ഹിരണ്യാക്ഷനാൽ ബന്ധിക്കപ്പെട്ട എനിക്ക് അവിടുന്ന് മോക്ഷത്തെ പ്രദാനം ചെയ്യണമേ. പരമകാരുണികനും ആശ്രിത വത്സലനുമായ അവിടുത്തെ പാതാത്മങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. എന്നെ രക്ഷിച്ചാലും പ്രഭു. ഇങ്ങനെയുള്ള ഭൂമിദേവിയുടെ സ്തുതികൾ ശ്രവിച്ച് വരാഹമൂർത്തി സാമവേദത്തിന്റെയും സ്വരത്തിലുള്ള ഗംഭീരമായ ഗർജനത്തോടുകൂടി ഭൂമിയെ തന്റെ തേറ്റ കൊണ്ട് പൊന്തിച്ചുയർത്തിക്കൊണ്ട് പാതാളത്തിൽ നിന്നും ഉയർന്നു വന്നു. ഇത് കണ്ട സനകാദി മുനിമാരുടെയും ദേവന്മാരുടെയും ആനന്ദം നിറഞ്ഞ മനസ്സോടെ വരാഹമൂർത്തിയെ സ്തുതിക്കുവാൻ തുടങ്ങി. സർവീശ്വരനായ അനന്ത പത്മനാഭ, അവിടുന്ന് വിജയിച്ചാലി. കാര്യരഹിതനും കാരണരഹിതനുമായ അങ്ങ് വേദസൃഷ്ടാവും യജ്ഞരൂപിയുമാണല്ലോ. അവിടുത്തെ ഓരോ അവയവവും യജ്ഞത്തിലുള്ള ഉപകരണമാകുന്നു. സർവാധിഷ്ഠിതമായ യജ്ഞം അങ്ങയുടേതാകുന്നു. അവിടുത്തെ ശബ്ദം സാമാഘോഷവും, പാദങ്ങൾ വേദങ്ങളും തേറ്റ യൂപസുപ്തവും, ജിഹ്വയാഗ്നിയും പരബ്രഹ്മം അവിടുത്തെ ശിരസുമാകുന്നു. ഉദരം ഉദ്ഘാതവും, ഗുഹയോപദേശം ഹ്യോതാവും, ശ്വസനവായു ജീവാത്മാവും, അസ്ഥികൾ മന്ത്രങ്ങളും, രക്തം സോമാദ്രവ്യവും, ഇരുതോളുകളും യജ്ഞവേദിയുമാവുന്നു. രാവും പകലും അവിടുത്തെ നയനങ്ങളും ഹൃദയം ദക്ഷിണയും, ഛായ യജ്ഞമാത് പത്നിയും, കുളമ്പുകൾ പ്രായച്ചിത്തവും, ശരീരം തന്നെ യജ്ഞശാലയുമാകും. അവിടുത്തെ കരങ്ങളിൽ സർവ്വ ഐശ്വര്യങ്ങൾ സ്ഥിതി ചെയ്യും. ജനന മരണരഹിതനും സർവകാരണവും അങ്ങാകും. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അവിടുത്തെ ലീലയാകും. അങ്ങനെയുള്ള വരാഹരൂപം ധരിച്ച മഹാവിഷ്ണുവിനെ അവിടുന്ന് ജയിച്ചാലും താൻ പാതാളത്തിലേക്ക് ആഴ്ത്തിയ ഭൂമിയെ ആരാണോ ഉയർത്തിക്കൊണ്ടുവന്നറിഞ്ഞപ്പോൾ അവിടെ ഓടിയെത്തിയ ഹിരണ്യാക്ഷൻ തന്റെ ശത്രുവിനെ കണ്ട് അമ്പരം. കേവലം ഒരു വന്യമൃഗമായ ഇവനെയാണോ ഞാൻ ശത്രുവായി കാണേണ്ടത്? സേ ലജ്ജാവഹം. എന്റെ ഗദ്ദ കൊണ്ട് ഒരടി പോലും ഇവനില്ല. ഇത്രയും ചിന്തിച്ച ശേഷം ഹിരണ്യാക്ഷൻ തന്റെ ഗതിയും ചുഴറ്റി വരാഹമൂർത്തിയുടെ നേരെ പാഞ്ഞെടുത്തു. ഭഗവാൻ തന്റെ യോഗാശക്തിയാൽ ഭൂമിയെ ആഴിമധ്യത്തിൽ ഉറപ്പിച്ച് ഹിരണ്യാക്ഷണത്തിന്റെ യുദ്ധത്തിന് ഒരുപെട്ടി. മധാണ്ഡനായ ഹിരണ്യാക്ഷന്റെ ഗതിയും വരാഹമൂർത്തിയുടെ കൗമോദയം എന്ന ഗതിയും തമ്മിൽ ആഞ്ഞുമുട്ടുന്ന ശബ്ദത്തിൽ ബ്രഹ്മാണ്ഡം കുലുങ്ങി. അവസാനം ഇരുവരുടെയും ഗതകൾ സമുദ്രത്തിൽ തെറിച്ചു വീണു. ഉടൻ തന്നെ വരാഹമൂർത്തി സുദർശനത്തെ ധ്യാനിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ കരങ്ങളിൽ വന്നു ചേർന്നു. കോപിഷ്ഠനായ ഹിരണ്യാക്ഷൻ ദിവ്യമായൊരു ശൂലവും എടുത്ത് ഭഗവാന്റെ നേർക്കെറിഞ്ഞു. ഭഗവാൻ ഞൊടിയിടയിൽ തന്നെ അതിനെ സ്പസ്മമാക്കി. അവസാനം ഇരുവരും തമ്മിൽ അത്യുജ്വലമായ മുഷ്ടിപ്രയോഗം നടത്തി. അതിൽ താഴെ വീണ ഹിരണ്യാക്ഷന്റെ മാറിനെ ഭഗവാൻ തേറ്റുകൊണ്ട് ഒറ്റപ്പിളർന്നു. ദൈത്യന്റെ ശിരസിൽ നിന്ന് ചാടിയ രക്തം മൂലം സമുദ്രം ചുവന്നു മറിഞ്ഞു. ഹിരണ്യാക്ഷനെ വധിച്ച ശേഷം വരാഹമൂർത്തി ഭൂമിയെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു.
അനന്തരം വരാഹമൂർത്തി വൈകുണ്ഠത്തിലേക്ക് എത്തിയിട്ട് തന്റെ കാരണരൂപനായ വിഷ്ണു ഭഗവാനിൽ വിലയം പ്രാപിച്ചു. ഇതിന് സമാന്തരമായ മറ്റൊരു കഥ കൂടിയുണ്ട്. ബ്രഹ്മാവിന്റെ മാനസപുത്രനായ സ്വയംഭൂ മനു. അദ്ദേഹം പിതാവിനെ സഹായിച്ചുകൊണ്ട് സത്യലോകത്ത് കഴിഞ്ഞു വരികയായിരുന്നു. ബ്രഹ്മാവ് മകനോട് പറഞ്ഞു, മനു, നീയൊരു പ്രജാപതിയാകേണ്ടവനാണ്. അതിനാദ്യം പരാശക്തിയെ വന്ദിക്കാം. അത്തരമൊരു അനുഗ്രഹം നൽകുവാൻ ദേവിക്ക് മാത്രമേ കഴിയൂ. അനുഗ്രഹം നേടിയാൽ നീ പ്രജാപതിയാകുമെന്ന് മാത്രമല്ല, നിന്റെ പേര് എന്നും നിലനിൽക്കുകയും ചെയ്യും. അച്ഛന്റെ ഉപദേശം സ്വീകരിച്ച മനു കഠിനമായ തപസ് തുടങ്ങി. പരാശക്തി തേജോഭവയായി ഉത്ഭവിച്ചു. ദേവിയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മനു പറഞ്ഞു, ദേവി, യാതൊരു തടസ്സവും കൂടാതെ സൃഷ്ടി നടത്തുന്ന അതിനുള്ള വരം തന്നാൽ. ബ്രഹ്മപുത്ര, താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. അച്ഛനെ സഹായിക്കുവാനുള്ള തീരുമാനം നന്ന്. ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിനുടമയായ അങ്ങയെ അത്തരം കർമ്മത്തിനുള്ളിൽ ചുമതേൽപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ദേവി അപ്രതീക്ഷയായി. സ്വയംഭൂ മനു പിതാവിന്റെ സമീപത്തെത്തി അങ്ങനെ ഉണർത്തിച്ചു. അച്ഛാ, എനിക്ക് വിജനമായ ഒരു പ്രദേശം കൽപ്പിച്ചു തന്നാൽ ഞാൻ അവിടെ ഇരുന്ന ദേവിയുടെ ആശീർവാദത്തോടെ പ്രജാസൃഷ്ടി നടത്തിക്കൊള്ളാം. മകൻ പറഞ്ഞത് ശരിയാണെന്ന് ബ്രഹ്മദേവന് തോന്നി. അദ്ദേഹം ഭൂമണ്ഡലത്തിൽ നിന്ന് നോക്കി. എന്തു ഭൂമി കാണുവാനില്ലല്ലോ, ചുറ്റും ജലപ്പരപ്പ് മാത്രം. മകൻ ഇരിക്കുവാൻ അല്പം ഏകാന്ത സ്ഥലം തേടിയിറങ്ങിയ ബ്രഹ്മാവ് ഭൂമിയെ എവിടെ അന്വേഷിക്കേണ്ടെന്ന ഭാരം കൂടിയായി. അദ്ദേഹം മഹർഷിമാരോടൊത്ത് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. വൈകുണ്ഠത്തിലിരുന്ന വിഷ്ണുവിന്റെ മനസ്സ് ചലിച്ചു. അദ്ദേഹം അന്തരീന്ദ്രയം തുറന്നു. എല്ലാം മനസ്സിലാക്കിയ ആനന്ദപത്മനാഭൻ ഭൂമിയെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാവിഷ്ണു വരാഹാവതാരം കൈകൊണ്ടു. ഹിരണ്യാക്ഷനെ അടിച്ചു കൊന്നതിനു ശേഷം മഹാവിഷ്ണു ജലപ്പരപ്പിൽ ഉയർന്നു വന്ന് രക്തം പുരണ്ട ശരീരത്തോടുകൂടിയാണ്. ഉടനെ മഹാവിഷ്ണു ഭൂമിയെ ജലത്തിനു മീതെ ഉറപ്പിച്ചു നിർത്തി. ഇങ്ങനെ ഒരു താമരയിലെ പോലെ ജലപ്പരപ്പിൽ പൊങ്ങി ഉറച്ചു കിടന്ന ഭൂമിയിൽ ഒരു സ്ഥലത്ത് സ്വയംഭൂ എന്ന മനുവിനെ ഇരുത്തിയിട്ട് ബ്രഹ്മദേവൻ സൃഷ്ടിക്കുള്ള അധികാരം കൊടുത്തു. അവിടെ ഇരുന്ന് അദ്ദേഹം പ്രജാസൃഷ്ടി നടത്തുകയും ചെയ്തു. ജലപ്പരപ്പിൽ ഉയർന്നു വന്ന ഭൂമിയുടെ അധിഷ്ഠാന ദേവിയായ ഭൂമിദേവി മഹാവിഷ്ണുവിൽ കാമാതുരയായി തുറന്നു. ഭഗവാൻ അവളെ ആലിംഗനം ചെയ്തു. ഒരു ദേവവർഷം മുഴുവൻ നീണ്ടുനിന്ന ഈ ആലിംഗന പ്രത്യാലിംഗനത്തിൽ അതിന്റെ ഫലമായി ഭൂമിദേവി തളർന്നു മയങ്ങി ജലപ്പരപ്പിൽ നിന്നും അല്പം താണുപോകും. അതിനാൽ മഹാവിഷ്ണു വീണ്ടും വരാവതാരം കൈക്കൊണ്ടു. ഭൂമിയെ യഥാസ്ഥാനത്ത് ദൃഢമായി ഉറപ്പിച്ചതിനു ശേഷം സ്വന്തം രൂപം സ്വീകരിച്ചതിനു ശേഷം വൈകുണ്ഠത്തിലേക്ക് മടങ്ങി പോകുകയും ചെയ്തു. ഇതോടുകൂടി മൂന്നാമത്തെ അവതാരവും തീർന്നിരിക്കുന്നു. അടുത്തത് നാലാമത്തെ അവതാരമായ നരസിംഹാവതാരമാണ്.